വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതോടൊപ്പം തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളുടെയും വിശദമായ ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി ഇവിടെ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലേക്ക് എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താനും. ഇപ്പോൾ നിലവിൽ പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റൊക്കെ കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി സ്കൂൾ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുത്ത് ക്ലാസ്സൊക്കെ ഓൾറെഡി നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അതായത് ഇതുവരെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എവിടെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കൊക്കെ ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് അതായത് ഇനി എങ്ങനെ അപേക്ഷ കൊടുക്കാൻ സാധിക്കും എല്ലാ കാര്യം കൃത്യമായിട്ട് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നോക്കാം. അതായത് ആർക്കൊക്കെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. അതായത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ എവിടെയും അഡ്മിഷൻ കിട്ടാതെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും എവിടെയും അഡ്മിഷൻ കിട്ടാതെ വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എങ്ങനെ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വേക്കൻസി നോക്കിയിട്ട് തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കണം. അപ്പോൾ ഡേറ്റ് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിലവിൽ ഇന്ന് ജൂൺ 28, അപ്പോൾ 30-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ എവിടെയും അഡ്മിഷൻ കിട്ടാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ അവരെ സംബന്ധിച്ചിടത്തോളം അതായത് മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ട, അല്ലെങ്കിൽ സ്പോർട്സ് കോട്ട, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ട, ഇങ്ങനെ ഏതെങ്കിലും കോട്ടയിലോ അല്ലെങ്കിൽ മെറിറ്റിലോ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ ഓൾറെഡി ഇപ്പോൾ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓൾറെഡി വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തവരാണ്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ കൊടുക്കാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ നേരത്തെ അഡ്മിഷൻ എടുത്തതിന് ശേഷം വിദ്യാർത്ഥികൾ എന്തെങ്കിലും കാരണവശാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ടി സി വാങ്ങിയിട്ട് അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ കൊടുക്കാൻ സാധിക്കില്ല. എന്നാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച സമയത്ത് വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് എഡിറ്റ് ഓപ്ഷൻസ് നൽകിയിരുന്നു. അത്തരത്തിൽ എഡിറ്റ് ഓപ്ഷൻസ് ഉപയോഗിക്കാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തുപോയ വിദ്യാർത്ഥികളുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും അപേക്ഷ കൊടുക്കുന്ന സമയത്ത് രജിസ്റ്റർ നമ്പർ തെറ്റിച്ച വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അപ്ഡേറ്റ് ചെയ്യുന്നതിൽ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് വരുത്തിയ വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിലുള്ള കാരണത്താൽ അലോട്ട്മെൻറ്റ് പുറത്തു പോയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്തു പോയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ പുതുതായിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പുതുതായിട്ട് അപേക്ഷ കൊടുത്ത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ നേരത്തെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ തെറ്റുവരുത്തിയ കാര്യമാണ് യോഗ്യതാ പരീക്ഷയുടെ സ്കീം, അതേപോലെ രജിസ്റ്റർ നമ്പർ, പാസ്സായ വർഷം, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഡാറ്റകൾ തെറ്റുവരുത്തിയതുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ നേരത്തെ ട്രയൽ അലോട്ട്മെൻറ്റ് തന്നെ പുറത്തു പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഇപ്പോൾ നിലവിൽ വീണ്ടും പുതുതായിട്ട് എഡിറ്റ് ചെയ്ത് ഈ പറയുന്ന സ്കീം, അതേപോലെ തന്നെ രജിസ്റ്റർ നമ്പർ, അതേപോലെ പാസ്സായ വർഷം തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ജൂൺ 30-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. ഇനി ഇത്തരത്തിൽ നേരത്തെ അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും, അതായത് മുഖ്യ അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിന്ന് എഡിറ്റ് ഓപ്ഷൻസ് മുഖേന ക്ലിയർ ആക്കാത്തതിൻ്റെ പേരിൽ ഡാറ്റ എൻ്റർ ചെയ്ത് തെറ്റുവരുത്തിയ കാരണത്താൽ പുറത്തു പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ആപ്ലിക്കേഷൻ റിന്യൂ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി ഇതുവരെ അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾ പുതുതായിട്ട് അപേക്ഷ കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഓക്കെ. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിലവിൽ കൃത്യമായിട്ട് വേക്കൻസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു പേജിൽ കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഇനി അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള hscap.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മുകളിൽ ഇവിടെ സ്കൂൾ വൈസ് വേക്കൻസീസ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇനി കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലെ വിദ്യാർത്ഥിയാണ്, പാലക്കാട് ജില്ലയിലെ സ്കൂളാണ് വിദ്യാർത്ഥി പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പാലക്കാട് ജില്ല സെലക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ നിലവിൽ ഉള്ള എല്ലാ സ്കൂളുകളുടെയും വേക്കൻസി ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകൾ ഇത് 10 സ്കൂളാണെങ്കിൽ, നാട്ടിൽ അടുത്തുള്ള 10 സ്കൂളാണെങ്കിൽ ആ 10 സ്കൂളിൽ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ, കൊമേഴ്സ് ആണോ, അല്ലെങ്കിൽ സയൻസ് ആണോ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണോ, അതിൻ്റെ വേക്കൻസി കൃത്യമായിട്ട് നോക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും PMG HSS പാലക്കാട്. ഇവിടെ നിങ്ങൾ നോക്കുക സയൻസ് സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജനറൽ ഒരു സീറ്റ്.
ഓക്കെ, OBC ഒരു സീറ്റ്, SC ഒരു സീറ്റ്, അത്തരത്തിൽ ഓരോ വിഭാഗത്തിൻ്റെയും സീറ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അത്തരത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ഈ ഒരു ഇവിടെ കൃത്യമായിട്ട് വന്നതിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലെ വേക്കൻസി നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ വേക്കൻസിയുള്ള സ്കൂൾ ഏതാണെന്ന് നോക്കി ആ സ്കൂൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഒന്നാമത് ഓപ്ഷൻ കൊടുക്കുക. കാരണം ഒരു സ്കൂൾ നിങ്ങളിപ്പോൾ സയൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ കൊമേഴ്സാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കൊമേഴ്സിന് ഒരു സ്കൂൾ 8 സീറ്റുണ്ട്, രണ്ടാമത് സ്കൂൾ 4 സീറ്റാണ്, മൂന്നാമത് സ്കൂൾ 1 സീറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ നിർബന്ധമായും കൊടുക്കേണ്ടത് 8 സീറ്റുള്ള സ്കൂളാണ്, രണ്ടാമത് 4 സീറ്റുള്ളത്, മൂന്നാമത് അത്തരത്തിൽ കൊടുത്താൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ സാധ്യത, അതായത് ഏറ്റവും കൂടുതൽ സീറ്റ് വേക്കൻസി ഉള്ള സ്കൂൾ നോക്കിയിട്ട് നിർബന്ധമായിട്ട് വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്തിടുക. അതുകൊണ്ട് തന്നെ ലോഗിൻ ചെയ്തിട്ട് അപേക്ഷയിലോട്ട് പോകുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ഈ ഒരു പേജിലോട്ട് വന്ന് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളിലെ വേക്കൻസി കൃത്യമായിട്ടൊരു എഴുതി വെച്ചിട്ട് ഏത് സ്കൂളാണ്, ഇപ്പോൾ 5 സ്കൂളാണ് നിങ്ങൾ അഡ്മിഷൻ കിട്ടിയാൽ പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ 5 സ്കൂളിൻ്റെയും വേക്കൻസി നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള സ്കൂൾ നിർബന്ധമായിട്ട് വിദ്യാർത്ഥികൾ ഒന്നാമത് ഓപ്ഷൻ കൊടുക്കുക, രണ്ടാമത് ആ രീതിയിൽ കൊടുക്കുക, മൂന്നാമത് അതിനുശേഷം വരുന്ന വേക്കൻസി നോക്കിയിട്ട് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കാത്ത വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥി ആഗ്രഹിക്കുകയാണ് എനിക്ക് ഇന്ന സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്, പക്ഷേ ആ സ്കൂൾ ഒരു വേക്കൻസിയേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ അഡ്മിഷൻ സാധ്യത കുറവാണ്. അപ്പോൾ ആ സ്കൂൾ ഒന്നാമത് കൊടുത്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സാധ്യതകളുള്ള സ്കൂൾ നോക്കിയിട്ട് വിദ്യാർത്ഥികൾ മുകളിൽ കൊടുക്കുക. അതോടൊപ്പം തന്നെ സീറ്റ് വേക്കൻസി 1 2 ഉള്ളെങ്കിലും നിങ്ങൾ പരമാവധി നിങ്ങൾ ഓപ്ഷൻസ് നിങ്ങൾ കൊടുത്തരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു അവസരത്തിൽ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രീതിയിൽ വേക്കൻസി നോക്കിയിട്ട് വിദ്യാർത്ഥികൾ അപേക്ഷയിലോട്ട് വരിക. ഇപ്പോൾ സ്കൂൾ വൈസ് വേക്കൻസി കൃത്യമായിട്ട് നോക്കുക. നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് ഒരുപാട് വേക്കൻസി, നിലവിൽ ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ടോട്ടൽ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട 55,920 സീറ്റുകളാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഓരോ ജില്ലാ വൈസ് നിങ്ങൾ നോക്കുക. ട്രിവാൻഡ്രം 4,321, അത്തരത്തിൽ ഓരോ ജില്ലയിലും കോഴിക്കോട് 5,352, പാലക്കാട് 3,950, വയനാട് 1,550, കണ്ണൂർ 4,456, ഇത്തരത്തിൽ ഒരുപാട് വേക്കൻസികൾ ഓരോ ജില്ലയിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ തീർച്ചയായിട്ടും അഡ്മിഷൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. പിന്നെ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൾറെഡി 1st 2nd 3rd അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ എഡിറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ അലോട്ട്മെൻറ്റ് പുറത്ത് പോയിട്ടുള്ള വിദ്യാർത്ഥികളും ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ലോഗിൻ SWS, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾ നിങ്ങളുടെ യൂസർ നെയിമും നേരത്തെ ലഭിച്ച പാസ്വേഡും ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കുവാൻ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നേരത്തെ പേപ്പറിൽ എഴുതി വെച്ച രീതിയിൽ കൃത്യമായിട്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് 1 2 3 ആ രീതിയിൽ നേരത്തെ കൊടുത്ത അതേ രീതിയിൽ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ ഇതുവരെയും അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ രണ്ടാമത്തെ ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾ നിങ്ങൾ ഏതാണ് ജില്ല, ആ ജില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ബട്ടൺസ് പ്രസ് ചെയ്ത് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള നേരത്തെ അപേക്ഷ കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സെപ്പറേറ്റ് വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ SLCയും രജിസ്റ്റർ നമ്പർ ഇതൊക്കെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ അപേക്ഷ പൂർത്തീകരിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്തിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഓപ്ഷൻ കൊടുത്തിടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ ചെയ്യുന്നത്. ഇനി ഒരുപാട് വിദ്യാർത്ഥികൾ നിലവിൽ 3rd അലോട്ട്മെൻറ്റിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ട സാഹചര്യത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ആഗ്രഹിച്ച സ്കൂൾ അല്ലെങ്കിൽ ആഗ്രഹിച്ച കോമ്പറ്റീഷൻ കിട്ടാതെ, ഉദാഹരണത്തിന് സയൻസ് ആഗ്രഹിച്ച വിദ്യാർത്ഥി പല വിദ്യാർത്ഥികളും കൊമേഴ്സ് ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് പഠിക്കുന്നവരുണ്ട്. അതേപോലെ കൊമേഴ്സ് ആഗ്രഹിച്ച വിദ്യാർത്ഥികൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ. അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനാണ്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ കാത്തിരിക്കുന്നത്. അത്തരത്തിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് വന്ന ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കളോട് ചെയ്ത് കൊടുക്കാനോട് ഉറപ്പെടുത്തുകൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.